PM ശ്രീ പദ്ധതിയിൽ പണം കിട്ടിയില്ലെന്ന മുൻമന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന തെറ്റ്. കേന്ദ്ര സർക്കാർ 93 കോടി രൂപ ഇതിനകം അനുവദിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിൽ ഒരു വിധത്തിലുള്ള ഫാക്ച്വൽ മിസ്റ്റേക്കും ഇല്ല. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരുമായി PM ശ്രീ ഒപ്പുവെച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അതിപ്പോ ആര് നിഷേധിച്ചാലും ആ വസ്തുത ഇല്ലാതാവുന്നില്ല. പിന്നീട് അവരുടെ മുന്നണിയിലും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിലും വലിയ വിമർശനങ്ങളും എതിർപ്പുകളും വന്നപ്പോൾ തൽക്കാലം മരവിപ്പിച്ചു. കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറഞ്ഞ് ഒരു നോട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനുശേഷം 93 കോടി രൂപ ഈ വിഷയത്തിൽ റിലീസായിട്ടുണ്ട്. അതും ഫാക്റ്റാണ്. നമ്മുടെ കാലത്തല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്. ഞങ്ങൾ വന്നിട്ട് 20 ദിവസമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതാണ്. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിക്കുക. അതിൽ PM ശ്രീയോടുള്ള ഞങ്ങളുടെ നിലപാടിനൊന്നും ഒരു മാറ്റമില്ല. PM ശ്രീയോടുള്ള നിലപാടും നമ്മുടെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ആഘാതമുണ്ടാക്കുന്ന വിധം കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം സംഗതികൾക്ക് കണ്ടീഷൻ വെക്കുന്നതിനോട് ഞങ്ങൾക്ക് വളരെ ശക്തമായ വിയോജിപ്പാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. UDF-ൽ ആലോചിച്ച ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്ന് മന്ത്രി പാലക്കാട് വാർത്താലേഖകരോട് വ്യക്തമാക്കി. രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർത്ത പദ്ധതിയുമായി മുന്നോട്ടു പോകില്ല. വിഷയത്തിൽ അന്നും ഇന്നും ഒരേ നിലപാടാണ്. ആഴ്ചയിലൊരിക്കൽ കളർ ഡ്രസ് നടപ്പാക്കുന്ന കാര്യത്തിൽ ഏകപക്ഷീയ തീരുമാനം എടുക്കില്ലെന്നും പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനം നടപ്പാക്കൂ എന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, തർക്കമൊന്നുമില്ല. അതിനനുസൃതമായി ഇതിൽ എങ്ങനെയാണ് ഇനി അടുത്ത നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കണം. ഞങ്ങളെ നയിക്കുന്ന UDF-ന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അത് ചർച്ച നടത്തണം. വളരെ അടിയന്തരമായ ഒരു എമർജൻസി ആ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ 20 ദിവസമായിട്ടുള്ളൂ. സ്കൂൾ തുറന്നു, വളരെ നല്ല രീതിയിൽ എല്ലായിടത്തും പ്രവേശനോത്സവങ്ങൾ നടത്തി, ഫിറ്റ്നസിന്റെ പ്രശ്നങ്ങൾ തീർത്തു. അങ്ങനെ ഒരു അടിയന്തര സ്വഭാവം ഈ കാര്യത്തിലില്ല. ചെയ്യും അത്രയേ ഉള്ളൂ. UTV ന്യൂസ്, പാലക്കാട്.